എല്ലാവർക്കും നമസ്കാരം. മാഗീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് വെച്ചിട്ട് ഒരു 4 മണി പലഹാരമാണ്. അതിൻ്റെ കൂടെ മുട്ട കൂട്ടണം. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പൊ ഇത്രയും സാധനം. പിന്നെ 4 മുട്ട, പിന്നെ നൂഡിൽസിന്റെ മസാല. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിനായിട്ട് ഞാൻ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം അടച്ചു. അതിലേക്ക് നമുക്ക് ഈ നൂഡിൽസ് ഇങ്ങനെ കുറച്ച് വെലിങ്ങനെ പൊട്ടിച്ചിടാതെ ചെറിയ തോതിൽ പൊട്ടിച്ചിടുക. അപ്പം അല്ലെങ്കിൽ വെലിങ്ങനെ പൊട്ടിച്ചിടുമ്പോൾ അത് പിന്നെ എന്താ പറയണ്ടേ, പിന്നെ ഇങ്ങനെ വലിയുന്നോണ്ട് ചെറുങ്ങനെ അത് പൊട്ടിച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ച് എടുക്കാം. നൂഡിൽസ് വെന്ത് അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് പിന്നെ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി, ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുത്തേ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒരിത്തിരി 1/4 ടീസ്പൂൺ വേണ്ട മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ആ മഞ്ഞള് പൊടി പോലെ തന്നെ ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം 4 മുട്ടയാണ് എടുത്തത്. 4 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. 4 മുട്ട ഉടച്ച് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പും ചേർക്കണം, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. ലേശം ഇത്രയേ ഉണ്ട്, ഒരിത്തിരി കുരുമുളക് പൊടിയും ഇതിലേക്ക് നമുക്ക് ഈ പിന്നെ നൂഡിൽസിലുള്ള മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ.
ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇത് എന്നിട്ട് നമ്മുടെ ആ മസാല ഈ മുട്ടയുടെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമേ. മുട്ടയുടെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് തീ കുറച്ചിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നമുക്ക് ഈ ബാക്കിയുള്ള മുട്ടയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വേറൊരു ഫ്രൈ പാനും കൂടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടകിയിട്ട് ഇതിങ്ങനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മള് എന്താ നല്ല അടിപൊളിയിൽ വന്നിട്ടില്ലേ? മറിച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് അത് അവിടെ നിന്ന് ആവട്ടെ കേട്ടോ. നൂഡിൽസ്, മുട്ട, ക്യാരറ്റ്, ക്യാപ്സിക്കം അതിനെ കൊണ്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം നല്ലൊരു സംഭവമാണ്. കുട്ടികൾക്കെല്ലാം കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടാവും ഇങ്ങനെയെല്ലാം ആക്കി കൊടുക്കുമ്പോൾ. നൂഡിൽസ് കഴിക്കാത്ത കുട്ടികളില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ആക്കി കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ എത്രയും വേഗം വിജയിപ്പിച്ച് തന്നെ എല്ലാവരും കൂടി. ഓക്കെ, ബൈ.